നമസ്കാരം. ഗുരുവായൂർ ദേവസ്വത്തിൽ പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട്. വിജ്ഞാപന നമ്പർ R1/11645/2024 1 25/7/24 വന്നതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 1/10/2024 മുതൽ താഴെ കാണിച്ച തസ്തികകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഈശ്വരവിശ്വാസികളായ ഹിന്ദുക്കളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. 1. ക്ഷേത്രം സെക്യൂരിറ്റി ഓഫീസർമാർ. നിയമന കാലാവധി 1/10/2024 മുതൽ 30/9/2025 കൂടിയ ഒരു വർഷം. അതിൽ ഏറ്റവും വലുത് എന്താ വെച്ചാൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ഒരൊഴിവാണ്. പ്രതിമാസ മൊത്ത വേതനം 27,300 രൂപയാണ്. അഡീഷണൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ 2 ഒഴിവുണ്ട്. പ്രതിമാസ മൊത്ത വേതനം 24,000 രൂപ. പിന്നെ സെക്യൂരിറ്റി ഓഫീസർ ഒരൊഴിവ്. പ്രതിമാസ മൊത്ത വേതനം 23,500 രൂപ. അഡീഷണൽ സെക്യൂരിറ്റി ഓഫീസർ 5 ഒഴിവ്. പ്രതിമാസ മൊത്ത വേതനം 22,500 രൂപ. പ്രായം 1/1/2024 40 വയസ്സ് തികഞ്ഞവരും 60 വയസ്സ് കവിയാത്തവരും ആയിരിക്കണം. യോഗ്യതകൾ: ചീഫ് സെക്യൂരിറ്റി ഓഫീസർ, അഡീഷണൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ തസ്തികകൾക്ക് ജൂനിയർ കമ്മീഷൻസ് ഓഫീസർ റാങ്കിലോ അതിൽ കുറയാത്ത തസ്തികയിലോ നിന്ന് വിരമിച്ചവരും, സെക്യൂരിറ്റി ഓഫീസർ, അഡീഷണൽ സെക്യൂരിറ്റി ഓഫീസർ തസ്തികകൾക്ക് ഹവീൽദാർ റാങ്കിൽ കുറയാത്ത തസ്തികയിൽ നിന്നും വിരമിച്ച വിമുക്ത ഭടന്മാരുമായിരിക്കണം. എക്സ് സർവീസ്മാൻ. സൈനിക സേവനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും മെഡിക്കൽ ഫിറ്റ്നസ് അസിസ്റ്റൻ്റ് സർജനിൽ കുറയാത്ത ഒരു ഗവൺമെൻറ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും നിർബന്ധമായും അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്കും പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം. 2. കോയ്മ നിയമനം എന്ന് പറഞ്ഞാൽ നിയമന കാലാവധി 1/10/2024 മുതൽ 30/9/2025 കൂടിയ ഒരു വർഷമാണ്. ഒഴിവ് 12 എണ്ണമാണ്. പ്രായം 1/1/2024 40 വയസ്സ് തികഞ്ഞവരും 55 വയസ്സ് കവിയാത്തവരും ആയിരിക്കണം. അതിനുള്ള യോഗ്യതകൾ: ബ്രാഹ്മണരായ പുരുഷന്മാരും ക്ഷേത്രാനുഷ്ഠാനങ്ങളിൽ അറിവും വിശ്വാസവും ഉള്ളവരായിരിക്കണം. മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. ആരോഗ്യ ദൃഢഗാത്രരും അംഗവൈകല്യമില്ലാത്തവരും നല്ല കാഴ്ച ശക്തിയുള്ളവരുമായിരിക്കണം. നിലവിലുള്ള കോയ്മമാരുടെ അപേക്ഷ പരിഗണിക്കുന്നതല്ല. അപേക്ഷാ ഫോറം ഓഫീസിൽ നിന്ന് 200 രൂപ പ്ലസ് 36 GST 18% RS 236 രൂപ നിരക്കിൽ 27 അതായത് നാളെ മുതൽ 27/7/2024 മുതൽ 17/8/2024 കൂടി 3 PM വരെ ലഭിക്കുന്നതാണ്. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒപ്പുവെക്കുന്ന ഡോക്ടറുടെ യോഗ്യത, രജിസ്റ്റർ നമ്പർ, സർട്ടിഫിക്കറ്റ് ഒപ്പുവെച്ച തീയതി എന്നിവ വ്യക്തമല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കുന്നതായിരിക്കും. ക്രമ നമ്പർ 1 വിഭാഗത്തിലെ അപേക്ഷകരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക്, അതായത് നമ്മളെ സെക്യൂരിറ്റി ഓഫീസർ, CSO, ACSO, SO തുടങ്ങിയ ആദ്യം പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ലഭിച്ച ജാതി തെളിയിക്കുന്ന രേഖയുടെ പകർപ്പ് ഹാജരാക്കിയാൽ അപേക്ഷാ ഫോറം സൗജന്യമായി ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫോറം തപാൽ മാർഗം അയക്കുന്നതല്ല. വയസ്സ്, യോഗ്യതകൾ, ജാതി, മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അഡ്മിനിസ്ട്രേറ്റർ, ഗുരുവായൂർ ദേവസ്വം, ഗുരുവായൂർ 680101 എന്ന മേൽവിലാസത്തിൽ തപാലിലോ 23/8/2024 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ലഭിച്ചിരിക്കേണ്ടതാണ്. ദേവസ്വത്തിൽ നിന്നും നൽകുന്ന നിർദ്ദിഷ്ട ഫോറമത്തിലല്ലാത്തതും മതിയായ രേഖകളില്ലാത്തതും അപൂർണവും അവ്യക്തവുമായ യഥാസ്ഥലത്ത് ഫോട്ടോ പതിക്കാത്തതും അതത് തസ്തികകളിലേക്ക് ആവശ്യമായ യോഗ്യതകൾ ഇല്ലാത്തതും നിശ്ചിത സമയത്തിനു ശേഷം ലഭിക്കുന്നതുമായ അപേക്ഷകൾ
നിരുപാധികം നിരസിക്കുന്നതായിരിക്കും. ഇതു സംബന്ധിച്ച് യാതൊരു കത്തിടപാടുകളും നടത്തുന്നല്ല. വിശദ വിവരങ്ങൾ ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ നിന്ന് നേരിലോ 0482255635 എന്ന ഫോൺ നമ്പറിലോ വിളിച്ചാൽ അറിയാവുന്നവരും. ഉത്തരവിൻ പ്രകാരം അസിസ്റ്റൻറ്റ് മാനേജർ ഒപ്പ് ചീഫ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടൻറ്റ് ഓഫീസർ അഡ്മിനിസ്ട്രാർക്ക് വേണ്ടി. ഇതാണ് വന്നിട്ടുള്ളത്. ഈ വന്ന അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം പറഞ്ഞ സെക്യൂരിറ്റി ഓഫീസർമാരുടെ അതിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കും എല്ലാവർക്കും എല്ലാ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. രണ്ടാമത് പറഞ്ഞ കോയ്മ എന്നുള്ള ആ വിഭാഗത്തിന്, കോയ്മ മൊത്തം 12 ഒഴിവുകൾ, അതിന് അപേക്ഷിക്കേണ്ട നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് അതിന് കഴിയുക. ഈ 2 കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഈ പോസ്റ്റ് എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇത് ഒരുപാട് ആളുകൾക്ക് ജോലിയുള്ള കാര്യമാണ്. അത് എല്ലാവരും ഒന്ന് അറിഞ്ഞ് എല്ലാവർക്കും ഷെയർ ചെയ്യണം. കുടുംബ ഗ്രൂപ്പുകളിലോ അവനവൻ്റെ ഫ്രണ്ട്സിനോ എല്ലാവർക്കും എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.